ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററാണ്. ഈ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഈ സർക്യൂട്ട് അസംബിൾ ചെയ്യുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞുതരാമേ. ഇതാണ് 555 എന്ന് പറയുന്ന ഫേമസ് ടൈമർ IC ഉപയോഗിച്ചുള്ള ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ നമ്മൾ R1, R2, കപ്പാസിറ്റർ C ഇതിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കും. നമ്മുടെ ഔട്ട്പുട്ടിൽ വരുന്ന ഫ്രീക്വൻസിയിൽ എത്ര ടൈമിൽ ഓൺ വേണം, എത്ര ടൈമിൽ ഓഫ് വേണം എന്നുള്ള പറയുന്നത്. ഇത് ഓൺ ടൈം ഓഫ് പീരീഡിനെ പറയുന്ന പേരാണ് ഡ്യൂട്ടി സൈക്കിൾ. അപ്പോൾ എത്ര വേണമെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്. നമ്മൾ അതനുസരിച്ച് ആ ഫോർമുല വെച്ച് വേണം നമ്മൾ ഈ R1ഉം R2 Cയും കപ്പാസിറ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാമേ. 555 ടൈമർ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചും ഈ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ബേസിക്കായിട്ട് പറഞ്ഞെങ്കിൽ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഒരു സ്ക്വയർ വേവ് ജനറേറ്ററാണ്. ഈ ഫോർമുലാസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം വെച്ചാൽ ഈ ഫോർമുലാസ് 555നെ നമ്മൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററായിട്ട് വയർ ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ഫോർമുലാസാണ്. നമ്മൾ ട്രാൻസിസ്റ്ററാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫോർമുല വേറെയാണ്. ഇത് 555ൻ്റെ മാത്രം ഫോർമുലയാണ്. 555നെ ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ കണക്ട് ചെയ്യുമ്പോഴുള്ള ഔട്ട്പുട്ടിലെ വേവ് ഫോം ഇങ്ങനെയാണ്. അപ്പം നമുക്കൊരു ഓൺ പീരീഡ് കാണും, ഓഫ് പീരീഡ് കാണും. ഒരു ഓൺ പീരീഡ് പ്ലസ് ഓഫ് പീരീഡിനെ ചേർന്നാണ് നമ്മളൊരു പീരീഡ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു ഡിജിറ്റൽ ഔട്ട്പുട്ട് പോലെയാണ് ഇരിക്കുന്നത്. 1ഉം 0യും അങ്ങനത്തെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഈ സർക്യൂട്ടിൽ നമ്മൾ R1, R2 ആൻഡ് കപ്പാസിറ്റർ അതിനെ റീപ്ലേസ് ചെയ്ത് റിയൽ വാല്യൂസ് ആക്കി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 10K പ്രീസെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ 10K പ്രീസെറ്റ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഔട്ട്പുട്ടിലെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഡ്യൂട്ടി സൈക്കിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കൊടുത്ത ഫോർമുല ഉപയോഗിച്ച് T ഓൺ പീരീഡ് ഇവിടെ കണ്ടുപിടിക്കണം. T ഓൺ പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര മാത്രം സമയം ഓൺ ആയിട്ട് നിൽക്കണമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ പ്രീസെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് മിനിമവും മാക്സിമവും ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം പീരീഡാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇവിടെ നമ്മൾ ഫോർമുല ഉപയോഗിച്ച് T ഓഫ് പീരീഡ് കണ്ടുപിടിക്കണം. എത്ര മാത്രം സമയം ഇത് ഓഫായിരിക്കുമെന്ന് ശ്രദ്ധിച്ചോണം. ഓൺ പീരീഡും ഓഫ് പീരീഡും കൂടെ ചേർന്നാണ് ഒരു സൈക്കിൾ ആവുന്നത്. ഇവിടെ നമ്മൾ ഫ്രീക്വൻസിയാണ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം 4.8 ഹെഡ്സും കിട്ടും, മിനിമം 0.6261 ഹെഡ്സും കിട്ടും. ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് ഹെഡ്സ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ സർക്യൂട്ട് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാണ് 555 IC. ഈ ICയുടെ പിൻ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ICയുടെ ഒരു സൈഡിൽ കണ്ട ഒരു നോച്ച് കണ്ട, ഇതില്ലെങ്കിൽ ലെഫ്റ്റ് ഒരു സൈഡിൽ 2 സൈഡുണ്ടല്ലോ, 2 സൈഡിൽ പിന്നല്ലാത്ത ഭാഗത്ത് ഒരു നോച്ച് കാണും. ആ നോച്ചിനെടുത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് വെച്ചിട്ട് കൗണ്ടർ ക്ലോക്ക് വൈസിന് താഴെ നിന്ന് മുകളിലോട്ട് വേണം എണ്ണാൻ. അതായത് ഇതുപോലെ എണ്ണണം. 1 2 3 4 5 6 7 8. ഇതാണ് IC ബേസ് അല്ലെങ്കിൽ IC സോക്കറ്റ്. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ICയെ നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കാം. അപ്പം IC പോയി കഴിഞ്ഞാൽ ഡീസോൾഡറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ ഇട്ട് തൊന്നി ഇതിനെ വലിച്ച് ഊരുക, അടുത്ത പുതിയ IC വയ്ക്കുക. അപ്പം നമുക്ക് സോൾഡർ ക്യാൻ യൂസ് ചെയ്യേണ്ടേ ഇല്ല. അതാണ് ഈ IC ബേസിൻ്റെ ഇത്. ഇവിടെയും ഇതിനകത്ത് ഒരു നോച്ച് ഉണ്ട് കണ്ട. ആ നോച്ചിൻ്റെ ഉള്ള ഭാഗത്തിൻ്റെ താഴ്ഭാഗം, അതായത് അതിനെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് താഴെ നിന്ന് കൗണ്ടർ ക്ലോക്ക് വെച്ച് എങ്ങനെയാണോ ICയുടെ പിൻ നമ്പർ എണ്ണി അതുപോലെ തന്നെയാണ് എണ്ണേണ്ടത്, താഴെ നിന്ന് മുകളിലോട്ട്. ഞാനൊരു ICയെ എങ്ങനെയാണ് ഇറക്കുന്നതെന്നും ഊരുന്നതെന്നും കൂടെ കാണിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. മറ്റേ ബേസിനെ നമ്മൾ സോൾഡർ ചെയ്ത് വെക്കും. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ഞാൻ തൊന്നി അങ്ങ് ഇളക്കിയാൽ മതി. പിൻ നമ്പർ പിന്നെ ഓടിയൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഉരിഞ്ഞെടുക്കാം. ഇതൊരു 8 പിൻ IC ആയതുകൊണ്ട് ഞാൻ 8 പിന്നുള്ള IC ബേസാണ് യൂസ് ചെയ്യുന്നത്. ഇനി എത്ര പിന്നുള്ള IC ആണെങ്കിലും നമുക്ക് ഇതുപോലെ സോക്കറ്റ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമുക്കിനി മൾട്ടി വൈബ്രേറ്റർ എന്താണെന്ന് നോക്കാം. മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഒരു ജനറിക് നെയിമാണ്. അതായത് 2 സ്റ്റേറ്റ് ആയിട്ടുള്ള ഏത് സാധനത്തിന് നമുക്ക് മൾട്ടി വൈബ്രേറ്റർ പറയാം. പിന്നെ അതൊന്നും പറഞ്ഞാൽ ഒരു ഓസിലേറ്ററായിട്ട് വർക്ക് ചെയ്യാം, അതായത് ജനറേറ്റർ ഫ്രീക്വൻസി ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു പൾസ് ഷേപ്പിംഗ് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. ഇതിനെല്ലാം നമുക്ക് മൾട്ടി വൈബ്രേറ്റർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. മാത്രമല്ല ഈ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഫോം സ്ക്വയർ വേവ് തന്നെ വേണമെന്നില്ല. സാറ്റൂത്ത് വേവ് ആവാം, അല്ലെങ്കിൽ ട്രപ്പീസിയം ടൈപ്പിലുള്ള വേവ് ഫോം, ഏത് ഫോം ആയിരുന്നാലും അതിനെയൊക്കെ ഒരു 2 സ്റ്റേറ്റുള്ള ഏത് സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, കോമൺ ആയിട്ട് ജനറിക്കായിട്ട് വിളിക്കുന്ന പേരാണ് മൾട്ടി വൈബ്രേറ്റർ. പിന്നെ ഈ മൾട്ടി വൈബ്രേറ്റർ 3 തരമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, രണ്ടാമത്തത് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, മൂന്നാമത്തത് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. നമ്മൾ ഈ ഉണ്ടാക്കുന്നത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററാണ്. അതിനടുത്ത് സ്റ്റേബിൾ സ്റ്റേറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു സ്ക്വയർ വേവ് ജനറേറ്റർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് ഒരു സ്റ്റേറ്റിലോട്ട് പോകും, കുറച്ച് നേരം ഓണായി നിൽക്കും, പിന്നെ ഓഫ് സ്റ്റേറ്റിലോട്ട് വരും, അതങ്ങനെ കുറച്ച് നേരം
നിൽക്കും, പിന്നെയും ഓൺ സ്റ്റേറ്റിലോട്ട് പോകും, കുറച്ച് നേരം നിൽക്കും, ഓഫ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളൊരു LED ഓൺ സ്റ്റേറ്റിലും ഓഫ് സ്റ്റേറ്റിലും വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കും. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ വോൾട്ടേജും കാണും, വോൾട്ടേജ് ഇല്ലാത്ത അവസ്ഥ, ഈ രണ്ട് അവസ്ഥയാണല്ലോ. അപ്പോൾ വോൾട്ടേജ് ഉള്ള അവസ്ഥയിൽ LED പോസിറ്റീവ് എടുത്ത് നമ്മൾ ഈ ഔട്ട്പുട്ടിലും കണക്ട് ചെയ്യും, LED നെഗറ്റീവ് എടുത്ത് ഗ്രൗണ്ടിലും കണക്ട് ചെയ്യും. അപ്പോൾ അത് കത്തും. ഇനി ഓഫ് പീരീഡ് ആണെങ്കിൽ അത് ഗ്രൗണ്ടാണ് ഔട്ട്. അപ്പോൾ എന്തെങ്കിലും LED പോസിറ്റീവ് എടുത്ത് നമ്മൾ പോസിറ്റീവ് സപ്ലൈയിലും കൊടുക്കും, നെഗറ്റീവ് എടുത്ത് ഈ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിലും കൊടുക്കും. അപ്പോൾ എന്ത് പറ്റും, അത് കത്തും. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കത്തും. അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൽ ഒരു സ്റ്റേറ്റ് മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ ഇത് ഔട്ട്പുട്ട് ഓഫ് സ്റ്റേറ്റിൽ നിൽക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു പൾസ് കൊടുക്കുമ്പോൾ ഇവൻ ഓൺ സ്റ്റേറ്റിലോട്ട് പോകും, എന്നിട്ട് കുറച്ച് നേരം ഓണായിട്ട് നിന്നിട്ട് പിന്നെയും പഴയ സ്റ്റേറ്റിൽ, അതായത് ഓഫ് സ്റ്റേറ്റിലോട്ട് വരും. ഈ 555 യൂസ് ചെയ്ത് നമുക്ക് അതും ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാമേ. പിന്നെ അതുകൊണ്ട് അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ഈ ടൈം പീരീഡ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം, എത്ര മാത്രം ടൈം ഓണായിട്ട് നിൽക്കണം എന്നുള്ളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളൊരു പൾസ് കൊടുത്താൽ ഇത്രയും സമയം, 1 മിനിറ്റ് ഓണായി നിൽക്കണം, 1 മിനിറ്റ് അവൻ ഓണായി നിൽക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് ആവും. അപ്പോൾ നമ്മൾ ഈ അലാറത്തിലൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യുക. അലാറത്തിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ മോഷൻ സെൻസർ, അതായത് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് LED കത്തി കിടന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതങ്ങ് ഓഫ് ആവണം. ആ ഒരു സർക്യൂട്ടിൽ അത് ഇവനാണ് യൂസ് ചെയ്യണം, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. പിന്നെ നമ്മളിപ്പം IR LED വെച്ചുള്ള തെഫ്റ്റ് അലാറം, അത് IR LED കട്ട് ചെയ്യുമ്പം ഇവൻ കുറേ നേരം ഒരു 5 മിനിറ്റ് കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനത്തെയൊക്കെ സർക്യൂട്ടിൽ ഇവനാണ് യൂസ് ചെയ്യേണ്ടത്. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വേണം യൂസ് ചെയ്യാൻ. ഈ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന് ഭയങ്കര യൂസാണ് കേട്ടോ ഉള്ളത്. പിന്നെ അവസാനത്തെ ടൈപ്പാണ് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന് 2 സ്റ്റേറ്റും സ്റ്റേബിളാണ്. അതായത് ഞാനിപ്പോൾ ഒരു പൾസ് കൊടുത്തു, ഉടനെ തന്നെ ഇവൻ ഓൺ ആവും, എന്നിട്ട് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഓൾ ടൈം. എന്നിട്ട് അടുത്ത പൾസ് കൊടുത്താൽ ഉടൻ തന്നെ അവൻ ഓഫ് പീരീഡിലോട്ട് പോകും, എന്നിട്ട് അവിടെ അങ്ങനെ കണ്ടിന്യൂ ഓഫിലായിട്ട് തന്നെ നിൽക്കും. പിന്നെയും ഒരു പൾസ് കൊടുക്കുമ്പോൾ ഓൺ ആവും, പിന്നെ അടുത്ത പൾസ് കൊടുക്കുമ്പോൾ ഓഫ് ആവും. ബൈസ്റ്റേബിളിൻ്റെ യൂസ് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ സർക്യൂട്ട് ഇത് അസംബിൾ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഇത് കണ്ട ഇപ്പം ചാടി കത്തി കണ്ട, പച്ചയും ചുവപ്പും ചാടി കത്തും. ആക്ച്വലി പച്ച കത്തുമ്പോൾ ചുവപ്പ് കത്തുന്നില്ല, ചുവപ്പ് കത്തുമ്പോൾ പച്ച കത്തുന്നില്ല. ഇതാണ് ആക്ച്വൽ. നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി ആക്കാം. അപ്പം നമുക്ക് ഈ LED കത്തുന്നത് കുറേ കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇത് LED കത്തുന്നത് 1 സെക്കൻഡ് പോലും ബ്ലിങ്ക് ആവുന്നില്ല കേട്ടോ. 0.67 7 എത്രയോ ഹെഡ്സേ ഉള്ളൂ ഇതിനകത്ത്, ഈ ഫ്രീക്വൻസിയിൽ, അതായത് ഓൺ പീരീഡ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒരു കോമൺ PCBയിൽ അസംബിൾ ചെയ്തിട്ട് ഒരു ട്രീ സ്ട്രക്ചർ പോലെ ഉണ്ടാക്കിയെടുത്ത്, കാണാൻ കൊള്ളാമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, ഏതായാലും നമുക്കൊന്നും ഉണ്ടാക്കാം. ഞാനിതിനെ കോമൺ ബോർഡിൽ അസംബിൾ ചെയ്ത് കേട്ടോ. എന്നിട്ട് ട്രീ സ്ട്രക്ചർ കാണാൻ കൊള്ളാമോ എന്നൊന്നും അറിഞ്ഞൂടാ, നമുക്കൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. എല്ലാ LEDയും പാരലായിട്ടാണ് കണക്ട് ചെയ്തത്. ആക്ച്വലി ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ട്രാൻസിസ്റ്റർ വഴി കൊടുക്കണമെന്നാണ്. കാരണം ഈ 555ക്ക് ഇത്രയും കറണ്ട് സപ്ലൈ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഇല്ല. പക്ഷേ എന്നാലും നമുക്ക് ടെസ്റ്റിങ്ങിന് ഇത് മതിയാവും. ബൈസ്റ്റേബിളിൻ്റെ യൂസ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. നമ്മുടെ വാട്ടർ ടാങ്കിൽ, ഓട്ടോമാറ്റിക് വാട്ടർ ടാങ്ക് ഇതുണ്ടല്ലോ, അതായത് ഒരു ലെവലിന് താഴെ പോകുമ്പോൾ ഒരു സിഗ്നൽ കൊടുക്കും. സിഗ്നൽ കൊടുത്തിട്ട് ഇവൻ എന്ത് ചെയ്യും, ഉടൻ തന്നെ മോട്ടർ ഓൺ ആവും. എന്നിട്ട് ആ മോട്ടർ ആ സ്റ്റേറ്റിൽ തന്നെ ഇവൻ കീപ്പ് ചെയ്യും. അതായത് മോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് മുകളിലത്തെ സ്റ്റേറ്റ് വാട്ടർ ഫുള്ളാകുമ്പോൾ ഇല്ലേ, ആ ഫുള്ളാകുമ്പോൾ ഒരു സിഗ്നലും കൂടെ കൊടുക്കും, ഉടൻ തന്നെ അതിനെ ഓഫ് ആവും. അവിടെ യൂസ് ചെയ്യുന്നത് ഈ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററാണ്. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ടിലോട്ട് വരാം. ഇതിനകത്ത് കുറേ LEDs ഉണ്ടല്ലോ. അപ്പോൾ അത് കത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, നേരത്തെ 1K റെസിസ്റ്റർ ആയിരുന്നു LEDക്ക് സീരിയലായിട്ട് കൊടുത്തിരുന്നത്. ഞാനത് മാറ്റിയിട്ട് ഒരു 100 Ohm റെസിസ്റ്റർ ആക്കിയിട്ടുണ്ടേ. നിങ്ങൾക്ക് ഈ സർക്യൂട്ടിനെ കുറിച്ചോ ഫോർമുലയെക്കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കാൻ മടിക്കല്ലേ. ഞാൻ സ്റ്റുഡിയോയിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം, അപ്പം നമുക്ക് ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ഒന്ന് അറിയാൻ പറ്റും. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞാൻ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ വീഡിയോസ് എല്ലാം ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.